നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈയിടെയാണ് ഇന്ത്യയിലെ ഒരു കോടതിയിലെ ജഡ്ജി, അതായത് കർണാടക ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി അവിടുത്തെ തന്നെ ഒരു പ്രദേശത്തെ പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ചത്. അത് വലിയ രീതിയിൽ വിവാദമായിരുന്നു. അത്തരത്തിൽ ഒരു ജഡ്ജി ഇങ്ങനെ പറയാൻ പാടില്ല എന്ന്. ആ രീതിയിൽ ഇന്ത്യയിൽ പല സ്ഥലങ്ങളുമുണ്ട്. ഇന്ത്യയിൽ അത്തരത്തിൽ അറിയപ്പെടുന്ന പല സ്ഥലങ്ങളുമുണ്ട്. പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന പല സ്ഥലങ്ങളും, ഒരുപക്ഷെ കേരളത്തിൽ പോലും അത്തരം വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ചില സ്ഥലങ്ങളെ പാകിസ്ഥാൻ എന്ന് വിളിക്കുന്നുണ്ട്. അത് ശരിയല്ല എന്നാണ് സുപ്രീം കോടതി പിന്നീട് ഈ കേസ് പരിഗണിക്കവേ, ഈ കേസിന്മേൽ സുപ്രീം കോടതി സ്വമേധയാ ഒരു കേസെടുത്തിരുന്നു. കർണാടക ജഡ്ജിക്കെതിരെ ഇത്തരത്തിൽ രൂക്ഷമായി തന്നെ സുപ്രീം കോടതി പ്രതികരിച്ചിരുന്നു. ഇന്ത്യയിലെ ഒരു പ്രദേശത്തിനെയും പാകിസ്ഥാൻ എന്ന് വിളിക്കരുത്. കാരണം പാകിസ്ഥാൻ ഇന്ത്യയുടെ ഒരു ശത്രു രാജ്യമാണ്. ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്തിട്ടുള്ള രാജ്യമാണ്. തക്കം കിട്ടിയാൽ ഇന്ത്യയെ നശിപ്പിക്കാനുള്ള എല്ലാവിധ നടപടികളും നടത്തുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ പേരിട്ട് ഇന്ത്യയിലെ ഒരു ഭൂവിഭാഗത്തെയും വിളിക്കരുത്, അത് തെറ്റാണ് എന്ന് കൃത്യമായി സുപ്രീം കോടതി ആ വിധിയിൽ പറഞ്ഞിരുന്നു. അങ്ങനെ വിളിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് പിന്നീട് ജഡ്ജി വിശദീകരിക്കുകയും ജഡ്ജി അതിൽ മാപ്പ് പറയുകയും ഒക്കെ ചെയ്തു. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയൊക്കെ ആളുകൾ പ്രദേശങ്ങളെ വിളിക്കുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ടാകുമല്ലോ. അത്തരം കാരണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തെളിയിക്കുന്ന ഒരു വീഡിയോ നമുക്ക് കാണാം. ഇതാണ് ആ വീഡിയോ ദൃശ്യങ്ങൾ. ഈ വീഡിയോയിലുള്ളത് മറ്റാരുമല്ല, വിവാദ നായകൻ സക്കീർ നായിക് തന്നെയാണ്. സക്കീർ നായിക് ഒരു ഭീകരവാദിയാണ്. ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി യുവാക്കളെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ പ്രസംഗവും പ്രചരണങ്ങളുമൊക്കെ നടത്തുന്നയാളാണ്. ഭീകരവാദികൾക്ക് ഫണ്ടുണ്ടാക്കി കൊടുക്കുന്നയാളാണ്. ഭീകര പ്രവർത്തനങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നയാളാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പിടിയിലാകും എന്ന അവസരത്തിലാണ് ഇയാൾ ഇന്ത്യയിൽ നിന്ന് ചാടിപ്പോവുകയും ഇപ്പോൾ മലേഷ്യയിലോ മറ്റോ അഭയം തേടി അവിടെ താമസിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇന്ത്യയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഇയാളെ പിടികൂടുകയും അകത്താക്കുകയും ചെയ്യും. അത്രമാത്രമാണ് ഇയാളുടെ കയ്യിലിരിപ്പ്. അന്താരാഷ്ട്ര ഭീകര സംഘടനകളുമായി നല്ല ബന്ധമുള്ളയാളാണ്. പലപ്പോഴും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇയാൾ ഇടപെട്ട് സംസാരിക്കാറുമൊക്കെയുണ്ട്. ഈ അടുത്ത കാലത്തായി വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തതാണ്. സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ സക്കീർ നായിക് പാകിസ്ഥാൻ സന്ദർശനത്തിലാണ്. ഒരു തികഞ്ഞ ഇന്ത്യ വിരുദ്ധൻ എന്ന നിലയിൽ പാകിസ്ഥാൻ ഇയാളെ പച്ച പരവതാനി വിരിച്ച് സ്വീകരിക്കുകയാണ്. ഒക്ടോബർ മാസം 28 വരെ ഇയാൾ പാകിസ്ഥാനിലുണ്ട്. പാകിസ്ഥാന്റെ പ്രധാന നഗരങ്ങളായ ഇസ്ലാമാബാദ്, ലാഹോർ, കറാച്ചി ഇവിടങ്ങളിലെല്ലാം മതപ്രഭാഷണങ്ങളും ഇയാൾ നടത്തുന്നുണ്ട്. തിരക്കിട്ട പരിപാടികളാണ് പാകിസ്ഥാനിലുള്ളത്. അയാളെയാണ് നമ്മളിപ്പോൾ വീഡിയോ ദൃശ്യങ്ങളിൽ കണ്ടത്. പാകിസ്ഥാനിൽ നടന്ന ഒരു പരിപാടിക്കിടെ ഏതാനും പെൺകുട്ടികളെ സത്യത്തിൽ അനാഥാലയത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. അതായത് സ്വീറ്റ് ഹോം ഫൗണ്ടേഷൻ നടത്തുന്ന ഒരു അനാഥാലയത്തിലാണ്. ഈ അനാഥാലയത്തിലെ പെൺകുട്ടികളാണ് സ്റ്റേജിലേക്ക് വരുന്നത്. ഈ പെൺകുട്ടികളെ എന്തോ അവാർഡ് കൊടുക്കാനാണ് സ്റ്റേജിലേക്ക് ഈ ആങ്കർ വിളിക്കുന്നത്. അതോടുകൂടി പെൺകുട്ടികൾ വേദിയിലേക്ക് കയറിയതിൻ്റെ ദേഷ്യത്തിൽ ഇയാൾ വേദിയിൽ നിന്നും സ്ഥലം വിടുകയാണ്. പ്രതിഷേധിച്ച് സ്ഥലം വിടുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഇസ്ലാമിക മതമൗലികവാദിയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നടന്ന ഇതേ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. അതായത് വടക്കൻ കേരളത്തിലാണ് ഇത്തരത്തിൽ ഒരു യോഗം സംഘടിപ്പിക്കപ്പെടുന്നു. ആ യോഗത്തിലൊരു കൊച്ചു പെൺകുട്ടി 6-7 വയസ്സുള്ള അല്ലെങ്കിൽ 8-9 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടിക്ക് ഒരു അവാർഡ് നൽകാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കേരളത്തിലെ പ്രസിദ്ധനായ ഒരു മതപണ്ഡിതൻ വേദിയിലുണ്ട്. ആ വേദിയിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വന്ന ഉടനെ, പെൺകുട്ടി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഹിജാബൊക്കെ ധരിച്ച് പർദ്ദയൊക്കെ ധരിച്ച ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി വേദിയിലേക്ക് വരുന്നു. വേദിയിലേക്ക് വന്ന ഉടനെ ആരായി പെൺകുട്ടികളെയൊക്കെ ഈ വേദിയിലേക്ക് വിളിച്ചു വരുത്തുന്നതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ പണ്ഡിതൻ അവിടെ കിടന്ന് അലറുന്നതൊക്കെ നമ്മൾ കണ്ടു. തീർച്ചയായും സാംസ്കാരിക കേരളത്തിന് നാണക്കേടുണ്ടാക്കിയ
ഒരു കാര്യമാണ്. കേരളം എത്രയോ വർഷം പിന്നോട്ട് സഞ്ചരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, നമ്മളെല്ലാവരെയും അതിശയിപ്പിച്ചത് ഇങ്ങനെ ഇയാൾ പറഞ്ഞതിലല്ല, കാരണം ഇയാളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇതിനെതിരെ സാംസ്കാരിക കേരളം, ഇവിടെ വനിതാ മതിൽ നടത്തിയിട്ടുള്ള സാംസ്കാരിക കേരളം ഒരു ഇഞ്ച് അനങ്ങിയില്ല എന്നുള്ളതാണ്. പുരോഗമന പാർട്ടികൾ ആരും തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിക്കാനേ പോയില്ല എന്നുള്ളതാണ്. സമാനമായ ഒരു സംഭവം തന്നെയാണ് പാകിസ്ഥാനിലും നടന്നത്. പാകിസ്ഥാനിൽ നടന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി എടുത്തു കാണിക്കാനുണ്ട്. പാകിസ്ഥാനിൽ പോലും പെൺകുട്ടികൾക്ക് വേദിയിൽ വരാനും അവാർഡ് വാങ്ങാനും ഒക്കെയുള്ള അനുവാദമുണ്ട്. അതുകൊണ്ടാണല്ലോ അവതാരിക അവരെ ധൈര്യപൂർവ്വം വിളിച്ചത്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് പോയ ഈ പറയുന്ന ജിഹാദിക്കാണ് വലിയ വിഷമം. അവിടെ പെൺകുട്ടികളെ വേദിയിൽ ക്ഷണിച്ചതിൻ്റെ പേരിൽ ദേശീയ മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത ചർച്ച ചെയ്യുന്നുണ്ട്. അവർ പറയുന്ന അനാഥ പെൺകുട്ടികളോടൊപ്പം വേദി പങ്കിടാൻ വിമുഖത കാട്ടി സക്കീർ നായിക് എന്നാണ്. പക്ഷേ അനാഥ പെൺകുട്ടികളായതുകൊണ്ട് മാത്രമല്ല, പെൺകുട്ടികളായതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ജിഹാദി ഇങ്ങനെ പെരുമാറിയത് എന്ന് വ്യക്തം. അപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെയും നടക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം പല പ്രദേശങ്ങളെയും പലരും ജനങ്ങൾ അറിയാതെ അങ്ങനെ വിളിച്ചു പോകുന്നത്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് ജഡ്ജിക്ക് അങ്ങനെ വിളിക്കാനാവില്ലല്ലോ. അതാണ് സുപ്രീം കോടതി ഇത്ര കർശനമായ നടപടി സ്വീകരിച്ചത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.